നമസ്കാരം. അങ്ങനെ വീണ്ടും നമ്മളൊരു അടുത്ത ആഴ്ചയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഉള്ള ഗ്ലോബൽ ഈവൻറ്റുകളും സ്റ്റോക്കുകളുടെ ന്യൂസുകളും എല്ലാം തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് സിയാദ് ഇല്ലിഗൽ. എല്ലാ വീക്കെൻഡുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് കടക്കാം. എല്ലാ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച വളരെ വലിയ തോതിൽ വോളറ്റൈലായിട്ടുള്ളൊരു സെക്ഷനാണ് ഉണ്ടായിരുന്നത്. എങ്കിലും പോസിറ്റീവായ രീതിയിൽ 440 പോയിൻറ്റിൻ്റെ ഒരു ട്രേഡിംഗ് റേഞ്ച്, പോയിൻറ്റിൻ്റെ റാലിയല്ല, ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു വീക്കാണ് കടന്നു പോയത്. ചാർട്ട് കാണാം. തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏകദേശം 26,100, അതിനുശേഷം 25,850 ലോ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിഫ്റ്റി കഴിഞ്ഞ വീക്ക്ലി ലോയിൽ നിന്നും 400 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. എന്നാൽ കംഫർട്ടബിളായ രീതിയിൽ 26,204 നിഫ്റ്റിയുടെ ക്ലോസ് ഉള്ളത്. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ US മാർക്കറ്റും കൂടാതെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട്, കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ട പ്രധാന ഒരു പ്രത്യേകത ബിറ്റ്കോയിൻ്റെ തിരിച്ചുവരവാണ്. ബിറ്റ്കോയിൻ വീണ്ടും ബാക്ക് ടു 90,000 എന്ന റേഞ്ചിലേക്ക് ബിറ്റ്കോയിനും തിരികെ വന്നിട്ടുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് FISൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള അവരുടെ ആക്ടിവിറ്റീസ് വളരെയധികം ക്രൂഷ്യലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ FISൻ്റെ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം, അതായത് 28-ാം തീയതി അവർ 3,700 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിരുന്നു. 27-ാം തീയതി അവർ 1,255 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിരുന്നു. എന്നാൽ അതിന് താഴെയുള്ള 26-ാം തീയതിയും 25-ാം തീയതിയും അവർ ബയേഴ്സായിരുന്നു. ഏറ്റവും അപ്പർ സൈഡിൽ DISൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ദിവസവും അവർ നെറ്റ് ബയേഴ്സായിരുന്നു. അവർ വലിയ തോതിൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്രധാനപ്പെട്ട ഗ്ലോബൽ ഈവൻറ്റുകൾ ഡിസ്കസ് ചെയ്യാം. ഒരു റഫായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഡിസംബർ 5-ാം തീയതി ഇന്ത്യയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ ഡിസംബർ 9-ാം തീയതി, അതിനുശേഷം അതായത് ഈ ആഴ്ച കഴിഞ്ഞിട്ടുള്ള ആഴ്ചയാണ് ഡിസംബർ 9-ാം തീയതി US നിന്ന് ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ അവിടുത്തെയും ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വരുന്നുണ്ട്. നമുക്കൊന്ന് ഗ്ലോബൽ ഈവൻറ്റുകളൊന്ന് കണ്ടുവരാം. ഗ്ലോബൽ ഈവൻറ്റിൽ ഓരോ രാജ്യങ്ങളുടെ ഈവൻറ്റും ഇന്ത്യൻ സമയവും കൊടുത്തിട്ടുണ്ട്. US, ചൈന, ജർമ്മനി, ഇന്ത്യ. US നോക്കുകയാണെങ്കിൽ ഒരുപാട് ഈവൻ്റ് ഉണ്ട്. ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PME, കൂടാതെ തന്നെ GDP, കൂടാതെ അടുത്ത ദിവസം ഡിസംബർ 2-ാം തീയതി ജോബ് ഓപ്പണിങ്, ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഡിസംബർ 3-ാം തീയതി, സർവീസ് PMA, കൂടാതെ ഡിസംബർ 4-ാം തീയതി ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, PCE പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ. ചൈനയിലേക്ക് വരികയാണെങ്കിൽ മാനുഫാക്ചറിംഗ് PMA ഉണ്ട്, സർവീസ് PMA ഉണ്ട്. ജർമ്മനിയിലേക്ക് വരികയാണെങ്കിൽ മാനുഫാക്ചറിംഗ് PMA, സർവീസ് PMA, ഫാക്ടറി ഓർഡേഴ്സ് ഡീറ്റെയിൽസ്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ മാനുഫാക്ചറിംഗ് PMA, പ്രൊഡക്ഷൻ ഡേറ്റ, സർവീസ് PMA. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻ്റ് ഉള്ളത് ഡിസംബർ 5-ാം തീയതി നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് വരുന്നത്. RBI പുതുക്കിയ റിവേഴ്സ് റിപ്പോ നിരക്കുകളാണ് കൊണ്ടുവരുന്നത്. അത് നമുക്കറിയില്ല, അത് നിരക്ക് കൂട്ടുമോ കുറയ്ക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ബേസിക് റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ അത് വായ്പ എടുക്കാനായിട്ട് കമ്പനികളെ സംബന്ധിച്ച് കുറച്ചും കൂടി കൂടുതൽ ബാധ്യതയുണ്ടാകും. അത് മാർക്കറ്റിന് നെഗറ്റീവായ രീതിയിലാണ് വരാറ്. എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിലോ കമ്പനികളുടെ ഈ ഒരു വായ്പ എടുക്കുന്ന ആ ഒരു ബാധ്യതയിൽ നിന്ന് അത് ഇളവ് കിട്ടും. കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ ഇത് വരാൻ സഹായകമാകും. ഈ ഹോം പ്രൊജക്റ്റുകൾ വരാൻ സഹായകമാകും. കാരണം ആളുകളുടെ EMI, ഹോമിൻ്റെ EMI കുറയും. അപ്പോൾ അതൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഉള്ളൊരു ദിവസമാണ് US നിന്നും. അത് പക്ഷേ നെക്സ്റ്റ് വീക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത ആഴ്ച ഉള്ള പ്രധാനപ്പെട്ട ഈവൻറ്റുകളും മറ്റുമുള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്കും എല്ലാം തന്നെ പോകാം. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ശ്രീരാം ഫിനാൻസ്, ബജാജ് ഫിനാൻസിൻ്റെ എല്ലാം തന്നെ മികവോട് കൂടിയിട്ടാണ് നിഫ്റ്റിക്ക് ഓൾ ടൈം ഹൈ എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അശോക് ലൈലാൻഡിൻ്റെ ഒരു മെർജ് നമ്മൾ കണ്ടിരുന്നു. അശോക് ലൈലാൻഡും മികച്ച നേട്ടം കൈവരിച്ചു. ഇതിനിടയിൽ ഇന്ത്യയുടെ GDP ഡേറ്റ വന്നു. അപ്പോൾ ഈ ഒരു താരിഫ് പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും നമ്മുടെ GDP 8.6 ആണ് ഉള്ളത്. അതായത് കഴിഞ്ഞ 6 ക്വാർട്ടറിലെ ഏറ്റവും ഹയസ്റ്റ് GDP ആണ് നമ്മൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് പ്രധാനപ്പെട്ടുള്ള ന്യൂസുകൾ. ഇനിയിപ്പോൾ അത് മാറ്റി നിർത്തിയാലുള്ള ന്യൂസ്, ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ഡിഫൻസ് ബന്ധം നിർത്തില്ല എന്ന് നമ്മുടെ ഡിഫൻസ് സെക്രട്ടറി രാജേഷ് സിംഗ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് US എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണത്. അപ്പോൾ എല്ലാ
ഈ പ്രസ്താവനകളും എക്കണോമിക് ഡേറ്റാസും ഗ്ലോബൽ ഈവൻറ്റുകളൊക്കെ അത് ഡിസ്കൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ റിയാക്ട് ചെയ്യപ്പെട്ടാണ് മാർക്കറ്റിൻ്റെ ഒരു ഗതി. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് കൊച്ചിയിൽ വെച്ച് നമ്മുടെ ഓഫ്ലൈൻ ബേസിക് ക്ലാസ്സുകളുണ്ട്. ഓഫ്ലൈൻ ഓപ്ഷൻ, കമ്മോഡിറ്റി, ക്രിപ്റ്റോ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. ന്യൂസിലേക്ക് വരുമ്പോൾ ആദ്യം ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ലെൻസ് കാർഡ് നെറ്റ് പ്രോഫിറ്റ് 106 കോടി രൂപയിലേക്ക് ഉയർന്നു. മാർജിൻ 19% ഉയർന്നു. അരവിന്ദ് സ്മാർട്ട് സ്പേസ് കമ്പനി ഇവരൊരു പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ഗുജറാത്തിൽ ചെയ്യാനായിട്ട് 400 കോടി രൂപയുടെ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ആപ്പിയസ്റ്റ് മൈൻഡ് IT കമ്പനിയാണ്. ഇവർ AI സ്ട്രാറ്റജി എല്ലാം തന്നെ എൻഹാൻസ് ചെയ്ത് $50 മില്യൺ റവന്യൂ ആണ് അവർ എയിം ചെയ്യുന്നത്. CESC കമ്പനി 100 കോടി രൂപ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത 5 വർഷത്തിലേക്ക് ഇവരുടെ ബിസിനസ്സുകളെല്ലാം തന്നെ മെച്ചപ്പെടുത്തുമെന്നാണ് കമ്പനി പറയുന്നത്. 100 കോടി രൂപയല്ല കേട്ടോ, 1000 കോടി രൂപയാണ് ഇവരുടെ നെറ്റ്വർക്ക് എൻഹാൻസ്മെൻറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നത്. എക്സാരോ ടൈൽസ് കമ്പനി ദുബായിൽ ഇവരുടെ ഒരു സബ്സിഡിയറി കമ്പനി ആരംഭിച്ചു. ഇനി മിഡിൽ ഈസ്റ്റിലെല്ലാം തന്നെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും. ഡോൾഡ ഡയറി കമ്പനി 22 കോടി രൂപയുടെ ഒരു ടാക്സ് റീഫണ്ട് കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കരാറുകളൊക്കെ കമ്പനിക്ക് ലഭിച്ചു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി ക്വാളിറ്റി ഐസ്ക്രീം അതിൻ്റെ ഡീമർജ് എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ 1:1 റേഷ്യോയിൽ ക്വാളിറ്റി ഐസ്ക്രീം സെപ്പറേറ്റ് കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്യും, കിട്ടും. അരവിന്ദ് സ്മാർട്ട് സ്പേസ് കമ്പനി പ്രീമിയം ഹൈ റൈസ് പ്രൊജക്റ്റുകൾ ഇവർ ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. ഇനി മഹേന്ദ്ര ലൈഫ് സയൻസ് കമ്പനി ഇവർ അക്റ്റിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മേജർ സ്റ്റേക്ക് കമ്പനി ബൈ ചെയ്തിട്ടുണ്ട്. ഭാരത് എയർടെൽ കമ്പനി ഇവർ പുതിയ സബ്സിഡിയറി കമ്പനി ആരംഭിച്ചു. പട്ടേൽ എഞ്ചിനീയറിംഗ് കമ്പനി 3000 കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ അവർ ചെയ്യുന്നുണ്ട്. നിലവിലുള്ള ഈ പട്ടേൽ എഞ്ചിനീയറിംഗ് കമ്പനി ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് വില കുറഞ്ഞ രീതിയിൽ അവർ വീണ്ടും ലഭ്യമാകും. അതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. റിഫ്ലക്സ് ഇൻഡസ്ട്രീസ് കമ്പനി അവർക്ക് പുതിയ ഒരു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് 32 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. തേജസ് നെറ്റ്വർക്ക് കമ്പനി 84 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. RPP ഇൻഫ്ര കമ്പനി അവർക്കും 693 മില്യൺ റുപ്പീസിൻ്റെ ഓർഡർ ലഭിച്ചു. HJ ഇൻഫ്ര കമ്പനി പുതിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അവർ ഗുജറാത്ത് അർജ വിഗം ലിമിറ്റഡായിട്ട് സൈൻ ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് നാളെ പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.